ഇന്ന് നമുക്ക് മൺട്രോത്തുരുത്ത് ഒന്ന് വിട്ടാലോ? കുറേ നാളായി ഒരു യാത്രയൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് മൺട്രോത്തുരുത്തിൽ പോകാം. അപ്പോൾ മൺട്രോത്തുരുത്ത് എന്ന് വെച്ചാൽ നമ്മുടെ വീടിന് അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇന്നേ വരെ നമ്മളവിടെ പോയിട്ടില്ല. അപ്പം ഇന്ന് മൺട്രോത്തുരുത്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം മൺട്രോത്തുരുത്തിൽ നമ്മൾ ഒരു പാക്കേജ് എടുത്തിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ നമ്മൾ രാവിലെ 10 മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് 6:30 വരെ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇവരാണ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് വരുമ്പം തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് തന്ന് ഇവരെ നമ്മളെ വരവേൽക്കുകയാണ്. അതിനുശേഷം പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഫുഡും കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് തന്നെയാണ്. ഇവിടുന്നാണ് നമുക്ക് പിന്നെ ഓരോ ആക്ടിവിറ്റീസും നമുക്ക് തുടങ്ങുന്നത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് ഒരു 3 മണിക്കൂർ ബോട്ട് റൈഡ് നമുക്കവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ട് ഇവിടെ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്ത് തലേന്ന് കയറിയ വെള്ളം അവർ പമ്പ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഷ്ടമുടി കായലിലൂടെയുള്ള ഒരു യാത്ര അത് അതിസുന്ദരമാണ്. 3 മണിക്കൂറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോകുന്നതേ നമ്മളറിയില്ല. എന്നുവെച്ചാൽ അത്ര സുന്ദരമാണ്. കണ്ടൽ കാടുകളിലൂടെയും പാലങ്ങളുടെ അടിയിൽ കൂടെയും ഒക്കെയുള്ള പോക്ക് അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം സുന്ദരമായ യാത്രയാണ്. അതുപോലെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ബോട്ടുകാരാണെങ്കിലും അവർ ഓരോ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അതാണ് ഇതിങ്ങനെയാണ്, പെരുമൺ ദുരന്തം നടന്നത് ഇവിടെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഫുൾ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുണ്ട്, പക്ഷേ അതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല. കാര്യം പ്രകൃതിയുടെ ആ ഒരു സുന്ദരത നമ്മളതിലങ്ങ് ലയിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത്രയും സുന്ദരമായ ഒരു ബോട്ട് യാത്ര 3 മണിക്കൂർ നമുക്ക് പോകുന്നതേ അറിയത്തില്ല. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ നമ്മളെ ഒരു ഫോട്ടോ പോയിന്റിൽ എത്തിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങി നിൽക്കാം. കണ്ടൽക്കാടുകളുണ്ട്. നമുക്ക് ഒരുപാട് യാത്രക്കാർ ഇവിടെ ഉണ്ട്. അതായത് മറ്റുള്ള റിസോർട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. ഒരു ഫോട്ടോ സെഷൻ തന്നെയാണ് ഇവിടെ ഒരുപാട് പേരെ നമുക്ക് കാണാം. അങ്ങനെ കുറച്ച് നേരത്തെ ഫോട്ടോ എടുപ്പുകൾക്ക് ശേഷം നമ്മൾ അവിടെ നിന്നും വീണ്ടും യാത്ര തിരിച്ചു. കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ ഇങ്ങനെയുള്ളൊരു യാത്ര നല്ല രസമാണ്. നമുക്ക് നീർക്കാക്കകളെ അങ്ങനെ മറ്റുള്ള കൊക്കുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മുടെ ഈ ഒരു ബോട്ട് യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ ആ ഐലൻഡിൽ തന്നെ പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഉച്ചഭക്ഷണം അവിടെ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വിശാലമായ ഒരു ഉച്ചഭക്ഷണത്തിന് ശേഷം പിന്നെ ഒരു കയാക്കിങ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കയാക്കിംഗ് ഉണ്ട്, പെഡൽ ബോട്ടുണ്ട്, പിന്നെ ഫിഷിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഇവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും ഒന്നും സമയം കിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് കയാക്കിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ എടുത്തായിരുന്നു. അതിനുശേഷം പെഡൽ ബോട്ട് എടുത്ത് നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ നമ്മൾ കറക്റ്റ് കണ്ടൽക്കാടുകളോട് ചേർന്നുള്ളൊരു യാത്രയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പയ്യൻ കക്ക വാരുന്നതൊക്കെ കണ്ടു. അപ്പം നമ്മൾ ആ പയ്യൻ്റെ കൂടെ കക്കയ്ക്ക് വില ചോദിക്കുകയും അവൻ കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. എന്നിരുന്നാലും അവൻ നമ്മളോട് സംഭവം എന്താണെന്നൊക്കെ കാണിച്ചു തരികയും അവൻ വേണമെങ്കിൽ തരാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. നമ്മൾ പിന്നെ പാവം പയ്യൻ അവൻ വീട്ടിലെത്തേന് മേടിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അവൻ്റെ കൂടെ ബൈ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരു പൂ കണ്ടപ്പോൾ അത് പറിക്കണമെന്ന് തോന്നി. അങ്ങനെ അതിനായിട്ട് ശ്രമിച്ചു. അപ്പം ഇത് മൊത്തം മുള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കൊണ്ടു. എന്നിരുന്നാലും നല്ല അടിപൊളി ഒരു പൂവാണ്. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ അതിൻ്റെ ആ ഒരു ഭംഗി കണ്ടാണ് നമ്മളത് പറിക്കാൻ ചെന്നത്. അപ്പം ഇതാണ് ആ സംഭവം. ഇതിൻ്റെയൊക്കെ പേരെന്താണോ എന്തോ നമുക്കറിയത്തില്ല. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ഐലൻഡിലോട്ട് തന്നെ പോയി. അവിടെ പോയി ചായയൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മളവിടെ അങ്ങ് വൈൻഡപ്പ് ചെയ്തു. ഇതായിരുന്നു നല്ല സുന്ദരമായ ഒരു യാത്രയായിരുന്നു.